എങ്ങനെയെങ്കിലും ബെഞ്ച് മാർക്ക് ഒന്ന് ഒഴിവാക്കി തരാമോ? അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ്. അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അന്ത് വരാത്തെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. ജിത്തു ജോസഫിന്റെ യൂഷ്വൽ ട്വിസ്റ്റ് അങ്ങനെയൊന്നും പ്രതീക്ഷ വരണ്ടേ? സാർ, ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ ആരാണിത് പ്രസന്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻസും ബെഞ്ച് മാർക്കൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഡേവിഡ് ഫിഞ്ചർ ആണ് മൈൻഡ് റണ്ണർ പ്രസന്റ് ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സിൽ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ടല്ലോ. അല്ലെങ്കിൽ മറ്റേ സ്റ്റാർക്കീസിന്റെ മണിരത്നം പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എസ്തെറ്റിക്സ് ഉണ്ട്. അതുപോലെ ജിത്തു ജോസഫ് പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഈ ട്വിസ്റ്റുകൾ, ക്ലൈമാക്സിന്റെ റിവീലുകൾ, അതൊക്കെ ഇത് ഇവിടെയും വരുന്നുണ്ടോ ആ സാമ്യങ്ങളൊക്കെ? നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എങ്ങനെയെങ്കിലും ബെഞ്ച് മാർക്ക് ഒന്ന് ഒഴിവാക്കി തരാമോ? കാരണം ഈ ബെഞ്ച് മാർക്ക് കാരണം ജീവിക്കാൻ പറ്റില്ല. കാരണം ബേസിക്കലി എന്താ പറയാ, ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു. അതിനകത്ത് കുറച്ച് ത്രില്ലേഴ്സ് ആയിരുന്നു. ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്, ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട്, കോർട്ട് റൂം ഡ്രാമ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബെഞ്ച് മാർക്കിന്റെ ഒരു ഇതെന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്റെ പ്രോബ്ലം അതാണ്. അപ്പം ദൃശ്യം ഇറങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെ ആയാലും ഞാൻ പറഞ്ഞ വേറൊരു ദൃശ്യം 1 ഉം 2 ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്ന എനിക്ക് മനസ്സിലാക്കാം. അപ്പം എനിക്കതിപ്പോഴും കൺഫ്യൂസ്ഡ് ആകുകയാണ്. അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് പറയാം, എൻ്റെ ബെഞ്ച് മാർക്കും ലെവൽ ക്രോസും തമ്മിൽ കണക്ട് ചെയ്യണ്ട. ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് ഫിലിം. ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ട് അതിനകത്ത്. അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ്. അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അല്ലാതെ നിങ്ങളിത് ഈ സിനിമ ജിത്തു ജോസഫിന്റെ യൂഷ്വൽ ട്വിസ്റ്റ് അങ്ങനെയൊന്നും പ്രതീക്ഷ വരണ്ടേ? ഇതൊരു ഒരു വ്യത്യസ്തമായ ഒരു സിനിമ, ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ വരിക. അല്ലാതെ ഇതിനകത്ത് ഭയങ്കരമായ ട്വിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായ ഹ്യൂമർ ഉണ്ട്, അങ്ങനത്തെ ഒന്നുമില്ല. ഇതൊരു ഡിഫറെന്റ്, അതേ പറഞ്ഞ ഒരു വ്യത്യസ്തമായ ഒരു സിനിമ എന്ന് കരുതി ഒരു കാര്യം ഞാൻ പറയാം, ഇത് ലോകത്തിൽ ഇന്നേ ഒരു അനുശീലനം എന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷെ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ എന്നാണ് എൻ്റെ വിശ്വാസം. ജിത്തു സാർ, അർഫാസ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ്. താങ്കൾ കൂടെ കുറേ നാളുകളായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആണ്. അത് ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തിയായിരിക്കും താങ്കൾ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അർഫാസ് പല കഥകൾ പറഞ്ഞു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിലേതെങ്കിലും കഥ ജിത്തു സാറിന് ചെയ്യണമെന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അർഫാസ് പറയും ആഗ്രഹിച്ചു പറഞ്ഞാൽ ഞാൻ കഥകൾ പറഞ്ഞു അല്ല പറഞ്ഞു. എനിക്ക് അർഫാസ് ഒരു നല്ലൊരു തോട്ട് ഒരിക്കൽ എന്നോട് പറഞ്ഞു. പാവം കഷ്ടപ്പെട്ട് അതൊരു വർക്ക് ചെയ്തുകൊണ്ട് വന്ന അത് അർഫാസിന് വേണ്ടി തന്നെ. എനിക്കും ഇഷ്ടപ്പെട്ട ഒരു ഹ്യൂമർ ട്രാക്കിലുള്ള ഒരു സിനിമയായിരുന്നു, ഒരു ഇൻട്രസ്റ്റിംഗ് വേർഡ്. അത് പകുതി വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അതേ കഥയിൽ വേറൊരു സിനിമ വന്നു മലയാളത്തിൽ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പോഴൊരു ദിവസം വിളിച്ചു വന്നു, ഇങ്ങനെ സാറേ ആ സിനിമ ഉണ്ടോ, അത് തന്നെയാന്ന് പറഞ്ഞു. പിന്നെയും എന്നോട് ഓരോ തോട്ടുകൾ പറഞ്ഞു. അതൊക്കെ കുറച്ച് ഐഡിയാസ് എങ്ങനെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചിലത് പറയുമ്പോൾ ചില ഐഡിയാസ് നമ്മൾ സ്ക്രീൻ പ്ലേ ചെയ്ത് വർക്ക് ചെയ്ത് വരുമ്പോൾ അത് ഭയങ്കരമായിട്ടും അത് നന്നായി വരാം. ചിലത് അത്രയും നന്നായി വന്നെന്ന് വരില്ല, ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ പലത് പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് ഇത് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചു, കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വർക്ക് ചെയ്തിട്ട് എന്നോട് പറയാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അൽഫാസ് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആസ് എ ഫിലിം മേക്കർ നിങ്ങൾക്കത് ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ, യു ആർ സംതിങ് ഡിഫറെന്റ് എന്നുള്ളൊരു ഫീല് എനിക്ക് തോന്നി. അത് ചിലപ്പോൾ ഓഡിയൻസിന് കിട്ടുമായിരിക്കും എന്നെനിക്ക് തോന്നി. അത് അല്ലാതെ പിന്നെ അർഫാസ് കൊണ്ടുവരുന്ന ഒരു കഥ ഇഷ്ടപ്പെട്ടാലും എനിക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹം തോന്നിയാൽ ഞാൻ മിണ്ടായിരിക്കത്തേ ഉള്ളൂ. കാരണം അത് അർഫാസ് ചെയ്യട്ടെ. റാമിന്റെ പ്രൊഡ്യൂസറാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. വരാത്തെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. റാമിന്റെ സമയത്തൊക്കെ അർഫാസ് കൂടെ ഉണ്ട്. ആ പ്രൊഡ്യൂസറിലേക്ക് എങ്ങനെ പോയെന്നും കൂടെ അറിഞ്ഞാൽ കൊള്ളാം. ആ പ്രൊഡ്യൂസറിലേക്ക് എങ്ങനെയാണ് പോയത്? അല്ല, അത് ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഏത് സമയത്തായിരുന്നു ഞാനത് മറന്നുപോയി. ദൃശ്യം 2 തെലുങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിളിച്ച് പറയുന്നത്. അപ്പം അന്നത്തെ നമ്മൾ ആസിഫായിട്ടൊക്കെ സംസാരിച്ചു അല്ലേ? ഇല്ല, അതിന് മുമ്പാണ്. അപ്പം ഞങ്ങൾ ആദ്യം പ്രൊഡ്യൂസറോടാണ് സംസാരിച്ചത്. അത് മറന്നുപോയി. ഞാനാണ് രമേശ് സാറിനോട് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിനും കഥ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അങ്ങനെയാണത് ഏറ്റെടുക്കാൻ തയ്യാറായത്.